കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മണ്ണാങ്കടവ് തോട് കയ്യേറ്റത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ. പൊതുപ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പിള്ളി മുണ്ടയ്ക്കൽ MJ ഷാജി നൽകിയ പരാതിയിലാണ് നടപടി. മൂവാറ്റുപുഴ നഗരസഭയിലെ പേട്ട അങ്കണവാടിക്ക് സമീപമുള്ള മണ്ണാങ്കടവ് തോട് കയ്യേറിയതുമായി ബന്ധപ്പെട്ട് 15 ദിവസത്തിനകം തുടർ നടപടികൾ സ്വീകരിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ നഗരസഭാ സെക്രട്ടറിക്ക് ഉത്തരവ് നൽകി. തോട് കയ്യേറ്റം മൂലം പ്രദേശത്ത് ശക്തമായ വെള്ളക്കെട്ടും മലിനജലം ഒഴുകുന്ന സാഹചര്യം ഉണ്ടായതായും ഇത് കാരണം പേട്ട നിവാസികൾ നാളുകളായി കടുത്ത ദുരിതത്തിലാണെന്നും പരാതി ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ നഗരസഭ നിർത്തിവെക്കുകയാണുണ്ടായത്. കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാതെ നടപടികൾ വൈകിപ്പിക്കുന്നതിനെതിരെ പൊതുപ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പള്ളി മുണ്ടയ്ക്കൽ MJ ഷാജി നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ഇത് ഇവിടം വരെ നല്ല രീതിയിൽ ഈ തോട് വന്നേക്കുവാണ്. ഇത് കഴിഞ്ഞതേ അപ്പുറം പൊത്തുപോലെ വന്നേക്കണുണ്ടോ, അവിടെ മുതൽ അങ്ങോട്ട് കയ്യേറ്റമാണ്. പുറമ്പോക്ക് കയ്യേറി അവിടെ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് മൂലം ഈ തോട് ചുരുങ്ങിപ്പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായിട്ട് ഇവിടുന്ന് മാലിന്യം ഉൾപ്പെടെ ചെളി വെള്ളക്കെട്ട് മുഴുവൻ നിറഞ്ഞ്, അതായത് ആ കാണുന്ന പ്രദേശം മുഴുവൻ വെള്ളപ്പൊക്കം പോലെ കിടക്കും. 1 മണിക്കൂർ നിന്ന് പെയ്താൽ മതി. അപ്പോൾ അവിടെ നേരെ കാണുന്ന ഒരു അങ്കണവാടിയാണ്. ആ അങ്കണവാടിയിലെ കുട്ടികളുടെ മുറ്റത്തേക്കും അതിൻ്റെ വരാന്തയിലേക്കൊക്കെ വെള്ളം പൊങ്ങി ഇങ്ങനെ വ്യാപിച്ചു പോകും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ കൗൺസിലർ ജാപ്രസാദിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. അന്ന് അദ്ദേഹമായിരുന്നു ഇവിടുത്തെ കൗൺസിലർ. ഇത് കയ്യേറ്റാണെന്നും പറഞ്ഞ് കളക്ടർക്ക് ഒരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 26/11/24 കളക്ടർ ഒരു ഉത്തരവ് ഇട്ടു. ഇത് എല്ലാ വകുപ്പുകളും അന്വേഷണം നടത്തി ഇവിടെ കയ്യേറ്റം നടന്നതായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ബഹുമാനപ്പെട്ട കളക്ടർ ഒരു ഓർഡർ ഇറക്കി. ഈ കയ്യേറ്റം അനധികൃതമായിട്ടുള്ള ഈ കയ്യേറ്റം ഒഴിവാക്കാൻ നഗരസഭ സെക്രട്ടറി നടപടിയെടുക്കണമെന്നും പറഞ്ഞു. എന്നാൽ ഈ 2026 വരെ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ല. ഈ കളക്ടറുടെ ഓർഡറിന് പുല്ല് വില കൽപ്പിച്ച നഗരസഭ ഇന്ന് വരെ അതിന് യാതൊരു നടപടിയെടുത്തില്ല. 15 ദിവസത്തിനകം നഗരസഭ എന്ത് നടപടിയെടുക്കുമെന്ന് ജനങ്ങൾ കാത്തിരിക്കുകയാണെന്ന് MJ ഷാജി പറഞ്ഞു. ഇത് മരവിപ്പിച്ച് നിർത്തിയേക്കുമായിരുന്നു ഈ കളക്ടർ ഓർഡർ. അതിനെതിരെ ഞാൻ ജനുവരി മാസം 26 7/1/26 ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് അതുപോലെ റവന്യൂ മിനിസ്റ്റർക്ക് ഒരു പരാതി നൽകുകയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അന്ന് ആ പരാതി പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക്, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പരാതി കൈമാറുകയും ചെയ്യും. ഈ പരാതി കൈമാറി അവർ അന്വേഷിച്ച് റിപ്പോർട്ട് മുഴുവൻ JDക്ക് അതായത് ജോയിൻറ്റ് ഡയറക്ടർക്ക് അയക്കുകയും ജോയിൻറ്റ് ഡയറക്ടർ അത് ഈ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടു മുനിസിപ്പൽ സെക്രട്ടറിയോട്. ഈ കയ്യേറ്റം ഒഴിവാക്കി, തുടർ നടപടികൾ ഒഴിവാക്കി 15 ദിവസത്തിന് റിപ്പോർട്ട് നൽകണമെന്നാണ് JDയുടെ പുതിയ ഓർഡർ. ഇന്ന് 2 ദിവസമായി ഓർഡർ ഇറക്കിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ 15 ദിവസത്തിനകം നഗരസഭ എന്ത് നടപടിയെടുക്കുമെന്ന് ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ പേട്ട നിവാസികൾ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. മണ്ണാങ്കടവ് തോട് കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് മുഴുവൻ രേഖകളും തന്റെ കയ്യിലുണ്ടെന്ന് MJ ഷാജി പറഞ്ഞു. 15 ദിവസത്തിനകം തുടർ നടപടി സ്വീകരിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.